കുന്നമംഗലം കുരിക്കത്തൂരിലെ സ്ഫോടനം ഒട്ടനവധി ചോദ്യങ്ങൾ നമുക്ക് മുന്നിൽ ഉയർത്തുന്നുണ്ട്. കോഴിക്കോട് മുണ്ടിക്കൽ താഴം സ്വദേശി വിഷ്ണുവാണ് ഈ വീട് വാടകയ്ക്കെടുക്കുന്നത്. ഒരു സംഘം ആളുകളുമായി ചേർന്ന് ആരും അറിയാതെ അവിടെ അനധികൃതമായി പടക്ക നിർമ്മാണം നടത്തുന്നു. ഒടുവിൽ വൻ പൊട്ടിത്തെറിയിലേക്ക് അത് വഴിമാറുമ്പോൾ മാത്രമാണ് എന്താണ് ആ വീട്ടിൽ ഇത്രകാലം നടന്നത് എന്നുള്ള ബോധ്യം നാട്ടുകാർക്ക് പോലും ഉണ്ടാകുന്നത്. ഒരു വീട് വാടകയ്ക്കെടുത്ത് അവിടെ ലൈസൻസ് ഇല്ലാതെ യാതൊരു ചട്ടവും പാലിക്കാതെ വലിയ അളവിൽ വെടിമരുന്ന് സൂക്ഷിച്ച് പടക്ക നിർമ്മാണം നടത്തണമെങ്കിൽ ചില്ലറ ധൈര്യമൊന്നും പോരാ. അതിനാൽ ഈ നിയമലംഘനത്തിന് ആരുടെയെങ്കിലും സഹായം ലഭിച്ചിരുന്നോ എന്നുള്ള കാര്യവും പരിശോധിക്കപ്പെടണം. വിഷ്ണുവിനെ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ പുകമറയ്ക്കുള്ളിലെ സത്യം മറന്നീക്കൂ. ഇതുവരെ നടന്ന അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ ഓരോന്നും വിശദമായി പരിശോധിക്കാം ക്രൈം ഫയൽ സ്പെഷ്യൽ സ്റ്റോറിയിലൂടെ. കുരിക്കത്തൂരിലെ വാടക വീട്ടിലെ അനധികൃത പടക്ക നിർമ്മാണത്തിനിടെയുണ്ടായ പൊട്ടിത്തെറിയിൽ പരിക്കേറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വിഷ്ണുവിനെ പോലീസ് ഇന്നലെ തന്നെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇന്ന് രാവിലെയാണ് കുന്നമംഗലം പോലീസ് വിഷ്ണുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. വിഷ്ണുവിന്റെ സുഹൃത്ത് മെഡിക്കൽ കോളേജ് സ്വദേശി ഹിജിത്ത് എന്നയാളെ കൂടി കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. അനധികൃതമായി വെടിമരുന്ന് കൈവശം വെച്ചതിനും ലൈസൻസ് ഇല്ലാത്ത പടക്കം നിർമ്മിച്ചതിനുമാണ് കേസെടുത്തിരിക്കുന്നത്. ഇന്നലെ രാത്രി 10 മണിയോടെയായിരുന്നു കുരിക്കത്തൂർ അങ്ങാടിയിൽ നിന്ന് 200 മീറ്റർ അകലെയുള്ള ബേബി സതീശൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള വാടക വീട്ടിൽ പൊട്ടിത്തെറിയുണ്ടായത്. അനധികൃത പടക്കം നിർമ്മാണത്തിനിടെ വെടിമരുന്ന് പൊട്ടിത്തെറിച്ച് അപകടം സംഭവിക്കുകയായിരുന്നു. മുണ്ടക്കൽ താഴം സ്വദേശി വിഷ്ണുവാണ് 6 മാസം മുൻപ് വീട് വാടകയ്ക്കെടുത്തത്. അപകട സമയം വീട്ടിൽ ചെറിയ കുട്ടിയുൾപ്പെടെ 6 പേരുണ്ടായിരുന്നു. വിഷ്ണുവിനെ കൂടാതെ ഇയാളുടെ ഭാര്യ സിമിക്കും സുഹൃത്ത് ഹിജിത്തിനും പരിക്കേറ്റു. രാമനാട്ടുകര സ്വദേശി രാഹുൽ, വിഷ്ണുവിന്റെ സഹോദരൻ രാഹുൽ എന്നിവരാണ് അപകടത്തിൽ മരിച്ചത്. മരിച്ചവരുടെ ശരീരഭാഗങ്ങൾ പരിസരത്തെ വീട്ടുമുറ്റത്തു നിന്നും പറമ്പുകളിൽ നിന്നുമാണ് കണ്ടെത്തിയത്. വീടിന്റെ പല ഭാഗങ്ങളിലായി രക്തം തളം കെട്ടി നിൽക്കുന്ന നിലയിലായിരുന്നു. ആദ്യം തന്നെ പരിക്ക് പറ്റിയ ആളെ ഞങ്ങൾ ഇവിടേക്ക് കൊണ്ടുപോയി മെഡിക്കൽ കോളേജിലേക്ക് 108 വണ്ടിയിൽ കയറ്റിക്കൊണ്ടുപോയി. രണ്ടാമത് പരിക്ക് പറ്റിയ ആളെ കാറിലും കയറ്റി അന്നേരം തന്നെ വിട്ടു. 3 ആൾക്ക് കാര്യമായിട്ട് പരിക്കില്ല. 2 ആൾ മരിച്ചു എന്നുള്ള കേൾക്കുന്നത്. രണ്ടാമത്തെ ആള് പിന്നെ മോക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. മോള് നടന്നിട്ടാ കയറിയത്. വീട് വാടകയ്ക്ക് എടുത്തത് ആളാണെന്ന് അതുപോലെ ആരെന്ന് ഐഡൻറ്റിഫൈ ചെയ്തില്ല. ഇവിടെ ഈ 2 പയ്യന്മാർ ഇവിടെ ഉള്ളതായിരുന്നു. ആ പയ്യന്മാർ 2 ആളും മരിച്ച 2 പയ്യന്മാർ ഇവിടെ ഉള്ള. ഒരാൾ അന്ന് വന്നതാണ് അവരിങ്ങോട്ട്. ഇവർ ഇവിടുന്ന് സാധാരണ ഈ പനോലതാക്കിയിട്ട് കൊണ്ടുപോയിട്ട് ഈ വിഷുവിൻ്റെ ആവശ്യത്തിന് ഇവർ ഇത്തരത്തിൽ ലൈസൻസ് പുറത്തുള്ള ആൾക്കാരാണ്. ഇവർ അടുത്ത് താമസം കൂടെ മാറി കുറച്ച് മാസമായിട്ടുള്ളൂ. എത്ര കാലമായിട്ടുണ്ടാവും? 1 വർഷമൊക്കെ മാസമൊക്കെ ആയിട്ടുള്ളൂ. 5-6 മാസമേ ആയിട്ടുള്ളൂ. കൂടുതൽ ആയില്ല. പടക്ക നിർമ്മാണത്തിനിടയിലാണ് സ്ഫോടനം നടന്നതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സ്ഫോടന ശബ്ദം 1 കിലോമീറ്റർ അധികം ദൂരത്തിൽ കേട്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. അപകടത്തിൽ സമീപത്തെ 5 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. സ്ഫോടനം നടന്നതോടെയാണ് വാടക വീട്ടിൽ പടക്ക നിർമ്മാണ യൂണിറ്റ് പ്രവർത്തിക്കുന്ന വിവരം സമീപവാസികൾ പലരും അറിയുന്നത്. ഭയങ്കര ശബ്ദത്തിൽ 1 കിലോമീറ്റർ ചുറ്റളവിൽ അതിഭീകരമായിട്ടുള്ള ശബ്ദമായി. അത്രയും ജർക്കിംഗ് ആയിട്ട് ജനലിൽ പോളിയൊക്കെ വീണതാണ്. അതിൻ്റെ തൊട്ടടുത്ത് ഇവിടെ മുൻ പഞ്ചായത്ത് മെമ്പർ ഷൈജാൻ്റെ വീട് 6-7 ജനൽ കംപ്ലീറ്റ് പോയി. ഇവിടെ അടിമുടി ദുരൂഹതയാണ് അവിടുത്തെ പരിപാടി. ഞാൻ ഒരു ദിവസം വന്ന് ചോദിച്ചപ്പോൾ ഒരു പറഞ്ഞു, ഞാൻ ഇവിടെ പടകം ഉണ്ടാക്കുന്നുണ്ടോ ചോദിച്ചപ്പോൾ പടകം ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ ഇവിടെയല്ല, അത് വേറെ സ്ഥലത്തുനിന്നാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. സ്ഫോടനം അതിന് മുമ്പിലേക്ക് എത്തുകയായിരുന്നെങ്കിൽ അവിടെയാണ് ഇത് സ്റ്റോക്ക് ചെയ്ത് വെച്ച് കൊണ്ടുവച്ച് ഒട്ടാകെ കത്തിപ്പോയത്. ഈ സ്ഫോടനം കേട്ടപ്പോൾ ഭയങ്കര പുകയാണ് പ്രദേശത്തൊട്ടാകെ. നേരെ നോക്കുന്നവരാണ്, വന്ന് നോക്കുന്നവരാണ് ഇവരെ 2 ആൾക്കാർ. അത് ആരെ പേരിലാണ് കൊടുത്ത് എഗ്രിമെന്റ് എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. താങ്കളുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാണോ? ഈ കാണുന്ന വീടാണ്. താങ്കൾക്ക് അറിയാമായിരുന്നോ ഇവിടെ ഇത്തരത്തിൽ ഒരു പടക്ക നിർമ്മാണമൊക്കെ നടക്കുന്ന കാര്യം? പടക്ക നിർമ്മാണം എന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ പച്ച പനയോല കൊണ്ടുവരും, അത് ഉണക്കും, അതിനുള്ള ഒരു സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട്. അവരത് ഇതാക്കും, പടക്കം ഉണ്ടാക്കുന്നു ഒക്കെയാണ് നമുക്ക് ഇന്നലെയാണ് മനസ്സിലായത്. പടക്കം ഉണ്ടാക്കുന്ന ഇന്നലെയാണോ മനസ്സിലായത്? അതെ, ഇന്നലെ മനസ്സിലാവേണ്ട ഒരു സാഹചര്യം ഇവിടെ ഒന്ന് ഉണ്ടാക്കുന്ന മറ്റോ കണ്ടോ? കണ്ടു. ചെറിയ പടക്കങ്ങൾ, ഓലപ്പടക്കങ്ങൾ. അപ്പം ഞാൻ ചോദിക്കുകയും ചെയ്ത് ഇതിന് ലൈസൻസ് ഒക്കെ ഉണ്ടോ, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും റെഡിയാണെന്നൊക്കെ പറഞ്ഞതുമാണ്. സ്ഫോടനത്തിൽ ഓടിട്ട വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നു. വീടിനോട് ചേർന്നുള്ള ഷെഡും തകർന്നിട്ടുണ്ട്. അപകടത്തിനു ശേഷം അരച്ചാക്കോളം കരിമരുന്ന് വീട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. കൂടാതെ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന ഓലപ്പടക്കങ്ങളും
ശിവകാശിയിൽ നിന്ന് വിൽപ്പനയ്ക്കെത്തിച്ച മറ്റു പടക്കങ്ങളും പോലീസ് പിടികൂടി. ഇവയെല്ലാം ഫയർ യൂണിറ്റിന്റെ സഹായത്തോടെ പോലീസ് നിർവീര്യമാക്കി. വാടക വീട്ടിൽ അനധികൃത പടക്ക നിർമ്മാണം നടക്കുന്നത് കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടവർക്ക് മാത്രമല്ല, നാട്ടുകാരിൽ പലർക്കും അറിയാമായിരുന്നുവെന്നാണ് സൂചന. നാട്ടുകാരെ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടത്തി. ഇവിടെ വന്നു പോകുന്നവരുടെ വിവരങ്ങൾ ശേഖരിക്കാനുള്ള നടപടി പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ചില വാഹനങ്ങളുടെ നമ്പറുകളും ശേഖരിച്ചിട്ടുണ്ട്. പടക്കം പൊട്ടിയ പടക്ക നിർമ്മാണമാണ്. പടക്കത്തിന്റെ സാധനങ്ങളെല്ലാം ഇവിടെ കാണുന്നുണ്ട്. ഇവർ എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ല. ഇവിടെ കുറേ കാലമായിട്ട് തറവാട് വീട്, അവരിവിടെ താമസമില്ല. അപ്പോൾ വാടകയ്ക്ക് കൊടുത്തതാണ്. വാടകയ്ക്ക് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ താമസിക്കുന്ന ആളുകളെ നമുക്ക് പരിചയമില്ല. ആരാ പറഞ്ഞു കേട്ടിട്ട് പോലില്ല, ആരാന്നുള്ളത് അറിയില്ല. ലൈസൻസോടെയാണോ ഇത്തരത്തിൽ അതോ അറിയില്ല, അവരോട് തന്നെ ചോദിക്കേണ്ടി വരും. അവരായിട്ട് ബന്ധപ്പെട്ട ആളുകളോട് ചോദിക്കണം, ലൈസൻസോട് കൂടി ആണോ എന്നുള്ളത് നമുക്കറിയില്ല. ഈ അപകടം നടക്കുമ്പോൾ ഈ വീട്ടിൽ ഏതാണ്ട് ഒരു 7 പേരുണ്ടായിരുന്നു എന്നാണ് അറിയുന്നത്. അങ്ങനെ കേൾക്കുന്നുണ്ട്, ഇവിടെ പറഞ്ഞ 7 പേരുണ്ടായിരുന്നു എന്ന് കേൾക്കുന്നുണ്ട്. നമുക്കറിയില്ല എത്ര ആളാന്നുള്ളത്. സ്ഫോടനം നടന്ന സ്ഥലത്ത് IG രാജ്പാൽ മീണയും കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ മെറിൻ ജോസഫും സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് DYSP N വിശ്വാസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസും പ്രാഥമിക പരിശോധന നടത്തി. വിഷുവും തിരഞ്ഞെടുപ്പും മുന്നിൽ കണ്ടാണ് ഇത്രയേറെ പടക്കങ്ങൾ അനധികൃതമായി നിർമ്മിച്ചതും സൂക്ഷിച്ചതുമെന്നാണ് കരുതുന്നത്. വാടക വീട്ടിൽ വെച്ച് വിഷ്ണുവിന്റെ നേതൃത്വത്തിലാണ് പടക്ക നിർമ്മാണം നടത്തിയത്. എവിടെ നിന്നാണ് അനധികൃത പടക്ക നിർമ്മാണത്തിന് ആവശ്യമായ വെടിമരുന്ന് വലിയ അളവിൽ ലഭിച്ചതെന്നും മറ്റുമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.